കൂട്ടുകാരെ, ഇന്നലെ ചായയുടെ കൂടെ ഇലയുടെ ആയിരുന്നു കേട്ടോ. ഇലയുടെ അല്ലെങ്കിൽ ഇലയപ്പം എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് എങ്കിലും ഞാൻ എന്തുണ്ടാക്കിയാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമല്ലോ. അപ്പം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം. നാട്ടിൽ നിന്നൊക്കെ മാറി താമസിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഇടയ്ക്ക് കഴിക്കാനൊക്കെ തോന്നുന്ന ഒരു വിഭവമാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് അരിപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് ഉപ്പിട്ടതിന് ശേഷം ചൂടായ വെള്ളം ഇതിനകത്തേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട്, കൈ പൊള്ളാതെ നോക്കണം. അതിനാ സ്പൂൺ ഉപയോഗിച്ച് കുഴയ്ക്കുന്നത്. എന്നിട്ട് കുറച്ചായിട്ട് കുഴച്ചിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ പരുവത്തിന് കണക്ക് കുഴച്ചെടുക്കുക. അതായത് പരത്താൻ പറ്റുന്ന പരുവത്തിന് കുഴച്ചെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇലയുടെക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ തിരുമ്മി വയ്ക്കാം. ഇതിനകത്തേക്ക് നമുക്കൊരു ഫ്ലേവറിനും മണത്തിനും ടേസ്റ്റിനും ഒക്കെ ആയിട്ട് ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടുന്നത് ശർക്കരയും നെയ്യുമാണ്. ആദ്യം ശർക്കര നമുക്ക് നേരത്തെ തിരിവെച്ച തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് ചീവി ഇട്ട് കൊടുക്കാം. വലിയ കട്ടിക്കായിട്ടുള്ള പീസ് വീഴരുത്, നൈസായിട്ട് ചീവി ഇടുക, തിന്നായിട്ട്. അതിനുശേഷം പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കുക. കാഷ്യൂസ് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് ഒന്ന് വീർത്ത് വരുന്ന പരുവം ഉണ്ടല്ലോ, ആ സമയമാകുമ്പോഴത്തേക്കിനും നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരയും തേങ്ങയും കൂടിയുള്ള മിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന നെയ്യുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇലയടയ്ക്ക്. അപ്പോൾ നല്ലൊരു രുചി കിട്ടും. എന്നിട്ട് ഇല എടുത്തിട്ട് അതിനകത്തേക്ക് എണ്ണ തടവിയിട്ട് നമ്മൾ മാവ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് പരത്തുക. പരത്തുമ്പോഴത്തേക്കിനും വെള്ളം തൊട്ടിട്ട് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പരന്ന് റെഡിയായിട്ട് കിട്ടും, നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ പരത്തുമ്പോഴത്തേക്കിനും തിന്നായിട്ട് പരത്താൻ ശ്രമിക്കുക, കട്ടിയായിട്ട് പരത്തരുത്. കാര്യം വേവാൻ പാടാവും. അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി തിന്നായിട്ട് നമ്മൾ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ നിന്ന് മടക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വെള്ളം ചൂടാക്കി ഇഡ്ഡലി കുട്ടകത്തിനകത്തേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വെന്ത് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയായിട്ടുള്ള നെയ്യുടെയൊക്കെ ടേസ്റ്റുള്ള നല്ല ഇലയുടെയാണ്. വൈകുന്നേരം ചായക്കോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ